വീട്ടിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്ത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം വേണ്ടത് മെഷീൻ്റെ പ്രഷർ ഫുട്ട് ഊരി മാറ്റുക എന്നുള്ളതാണ്. ഊരി മാറ്റുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ സ്ക്രൂവും കൂടി റിമൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം പ്ലേറ്റ് ഊരി മാറ്റുക. പ്ലേറ്റ് ഊരി മാറ്റുക. പിന്നീട് മെഷീൻ്റെ ഫീഡ് ഡോഗ് റിമൂവ് ചെയ്യുക. അതിൽ 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് മെഷീനിൽ തന്നെ സ്ക്രൂ റിമൂവ് ചെയ്യാൻ ആവശ്യമായ സ്ക്രൂ ഡ്രൈവർ ലഭ്യമാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിൻ്റെ ഫീഡ് ഡോഗ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഇതിനെ പല്ല് എന്ന് പറയും, ഊരി മാറ്റുക. വീണ്ടും നിങ്ങൾ പ്ലേറ്റ് അവിടെ തന്നെ ഫിക്സ് ചെയ്യുക. നന്നായി സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഇത്രയുമാണ് ഇവിടെ ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് മെഷീൻ്റെ സിക്സാഗ് ഓപ്ഷനാണ്. അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് 0ക്കും 1നും നടുവിലായിട്ട് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. താഴെയുള്ള ഓപ്ഷനിൽ സിക്സാഗ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഓപ്ഷനാണ് നമുക്ക് മെഷീൻ എംബ്രോയ്ഡറിക്ക് ആവശ്യം. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണുന്നില്ലേ? ഏകദേശം ഒരു മിഡിലുള്ള ഒരു ഡിസ്റ്റൻസാണ്. സിക്സാഗ് ഡിസ്റ്റൻസിലാണ് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറി ചെയ്യേണ്ടത്. അവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം മെഷീൻ്റെ ഈ ടെൻഷൻ കാണുന്നില്ല, ഇത് 0യിൽ വയ്ക്കുക. 0യിൽ അല്ലെങ്കിൽ 1ൽ വയ്ക്കാവുന്നതാണ്. നമ്മൾ ഈ സിക്സാഗ് മെഷീന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ വേണം ഇതിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാൻ. അതിനുവേണ്ടി കൂടുതൽ നല്ലത് 0യിൽ വയ്ക്കുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് 1ലും വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ ടെൻഷൻ കോട്ടൺ നൂൽ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതം. തുടക്കത്തിൽ നമുക്ക് കോട്ടൺ നൂൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് വേണ്ടത് ഈ എംബ്രോയ്ഡറി ഹൂപ്പാണ്. എംബ്രോയ്ഡറി ഹൂപ്പ് പല വലിപ്പത്തിലും പലതരത്തിലുള്ളതും വാങ്ങാൻ കിട്ടും.
ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, സ്ക്വയർ ഷേപ്പിലുള്ളതൊക്കെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഞാനിതിനെ നൂല് ചുറ്റി ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന തുണി കൂടുതൽ സ്റ്റിഫായിട്ട് അവിടെ നിൽക്കും, അനങ്ങാതെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എംബ്രോയ്ഡറി ഹൂപ്പിൻ്റെ ഈ പീസ് എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള തുണി വയ്ക്കുക. ഇതാണ്. അതിൻ്റെ മുകളിൽ ഈ ചെറിയ ഹൂപ്പ് ഫിക്സ് ചെയ്യുക. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന പോലെ അല്ല മെഷീനിൽ ചെയ്യുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ സൈഡിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നാൽ നേരെ തിരിച്ച് മെഷീൻ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഇതേപോലെ മെഷീനിലേക്ക് ഫിക്സ് ചെയ്തിട്ടാണ്. ശ്രദ്ധിക്കുക, ഇങ്ങനെ വേണം വയ്ക്കുവാൻ. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. അതിന് മുമ്പായി ഈ നമ്മൾ ഉപയോഗിക്കുന്ന തുണി ചുറ്റിനും വലിച്ച് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ത്രെഡ് ശരിക്കും വീഴുകയില്ല. ടൈറ്റ് ഒരുവിധം ടൈറ്റായി കഴിഞ്ഞാൽ നമ്മുടെ ഹൂപ്പിൻ്റെ സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തുണി ഒന്നും കൂടി ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കുക. മെഷീൻ്റെ പെഡൽ സ്റ്റാൻഡ് എപ്പോഴും താഴ്ത്തി വയ്ക്കണം. എന്നിട്ട് സാധാരണ പോലെ തന്നെ കോട്ടൺ നൂല് ഉപയോഗിച്ച് സാധാരണ പോലെ തന്നെ നിങ്ങൾക്ക് മെഷീനിൽ നൂലോടിച്ച് തയ്ക്കാവുന്നതാണ്. കൂടാതെ ബോബൻ കേസിലും സാധാരണ കോട്ടൺ നൂല് തന്നെ ചുറ്റിയാൽ മതിയാവും. സിൽക്ക് നൂല് തുടക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് കൂടുതൽ സൗകര്യം. സാധാരണ പോലെ കോട്ടൺ നൂല് ചുറ്റിയിട്ട് കൂടുതൽ ടൈറ്റ് കോമൺ മെഷീനിൽ അല്ല സാധാരണ തയ്യൽ മെഷീനിലൊക്കെ ചെയ്യുന്ന പോലെ ഇത് നമുക്ക് ഒരുപാട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ആ ഒരു മെത്തേഡ് തന്നെ ഉപയോഗിച്ച് ബോബൻ കേസ് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തതിന് ശേഷം ആദ്യം എൻ്റെ ചാനലിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനായിട്ട് വരകളും വളവുകളും എല്ലാം തയ്ച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. തുടർച്ചയായ പരിശീലനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായ ഫിനിഷിംഗ് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക.